ഇപ്പോൾ നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ പുഴയിൽ വീണ കാർ കരയ്ക്ക് അടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇത്രയും നേരം കരയിലേക്ക് കയറ്റുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇലക്ട്രിക് വാഹനം നോക്കുക, കാറിനകത്തെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാർ വെള്ളത്തിൽപ്പെട്ടത്. അതിലുണ്ടായിരുന്ന വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കാർ ഏതായാലും കരയിലേക്ക് വലിച്ചു കയറ്റിയിരിക്കുന്നു. ഷബാസ്, ഒടുവിൽ ഇത്രയധികം സമയത്തെ ശ്രമം ഫലം കണ്ടിരിക്കുന്നു. കാർ ഇതാ കരയിലേക്ക് എത്തിയിരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ചു അല്ലേ? തീർച്ചയായും ഇനിത വലിയ ശ്രമകരമായ ദൗത്യം, ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു ദൗത്യം. ആ ദൗത്യത്തിനൊടുവിൽ ഇതാ കാറ് പൂർണ്ണമായും വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്ത് ഉയർത്തിയിരിക്കുന്നു. പൂർണ്ണമായി റോഡിലേക്ക് എത്തിച്ചിട്ടില്ല, അതിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ കാറ് നിൽക്കുന്നത്. പക്ഷേ വലിയ ആശ്വാസമുള്ള കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും അത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കയറ്റിയെന്നാണ്. നമുക്ക് ആ കാറിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി ഇപ്പോൾ കാണുന്നുണ്ട്. ആ കാറ് നമുക്ക് കാണാം, അത് പൂർണ്ണമായും ചളി നിറഞ്ഞ് മുഴുവനായും തകർന്നൊരു അവസ്ഥയിലാണ്. എന്തായാലും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് കാറിൻ്റെ മുൻവശവും അതിൻ്റെ പുറകുവശവും ഒക്കെ ഉള്ളത്. മുഴുവൻ അകത്തും പുറത്തുമൊക്കെ പൂർണ്ണമായും ചളി നിറച്ചിട്ടുണ്ട്. അങ്ങനെ കാർ എന്തായാലും വ്യക്തമായി കാണാവുന്ന തരത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എന്തായാലും ഇപ്പോഴത് എത്തിച്ചിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് അത് പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ ആളുകൾ കയർകെട്ടി വലിക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് വലിച്ചായിരുന്നു ഇത്രയും ദൂരം, ഏകദേശം 200 മീറ്ററോളം ഈ കരയുടെ അടുത്ത ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഇപ്പോഴെന്തായാലും അത് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഈ കരയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായും ഇപ്പോഴത് കയറ്റിയിരിക്കുകയാണ്. നിരവധി ആളുകളായിരുന്നു കാർ കയറ്റുന്ന ദൗത്യത്തിൽ പങ്കാളികളായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഒപ്പം തന്നെ നാട്ടുകാർ അടക്കമുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ തന്നെയാണ് ഈ ദൗത്യത്തിനൊക്കെ നേതൃത്വം നൽകിയത്. അദ്ദേഹം അടക്കം ഇപ്പോൾ അവിടെ ഉണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ കാറ് പൂർണ്ണമായും ഇങ്ങോട്ട് കയറ്റിയത്. ഇപ്പോൾ എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്, മുഴുവനായും ഈ ക്രെയിനിന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായും വലിച്ച് പൂർണ്ണമായും കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ റോപ്പ് ഉപയോഗിച്ച് പകുതി ദൂരം കരയിലേക്ക് എടുത്തു വെച്ചു. ഇപ്പോഴിനി ഇതാ ആ റോപ്പ് വെച്ചുകൊണ്ട് അത് പൂർണ്ണമായും കരയിലേക്ക് എടുത്തുയർത്തി ആ വെള്ളത്തിൽ നിന്ന് ആ പുഴ കയറാനുള്ള ഭാഗത്തു നിന്നൊക്കെ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും ഒരു 5-6 ദിവസത്തെ കാത്തിരിപ്പാണ്, ഈ കാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം ഈ കാറ് കണ്ടെത്തുന്നു, അപ്പോഴും ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പൂർണ്ണമായും എടുത്ത് ഉയർത്തുകയാണ്. കാർ എന്തായാലും പുറത്തേക്ക് പൂർണ്ണമായും വരുന്നു. അത് അതിൻ്റെ അകവശമൊക്കെ നമുക്ക് കൃത്യമായി കാണാം. പൂർണ്ണമായും തകർന്ന നിലയിലാണ്, ഉള്ളിൽ മൊത്തം വെള്ളമായിരുന്നു. പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഡോറുകളിൽ നിന്നും അതിൻ്റെ വിടവുകളിൽ നിന്നുമൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന സ്ഥിതിയാണ്. എന്തായാലും പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. മുഴുവനും പൂർണ്ണമായി അകത്തും പുറത്തുമൊക്കെ ചളി നിറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഒരു വലിയ ദൗത്യം, ഒത്തൊരുമയോടുകൂടി ചേർന്ന് വലിയൊരു ദൗത്യത്തിനൊടുവിൽ ആ കാർ പൂർണ്ണമായും നിരപ്പിലേക്ക്, അതായത് ഈ കരയിലേക്ക് കയറിയിരിക്കുന്നു. റോഡിനോടൊപ്പമുള്ള ഭാഗത്തേക്ക്, നിലത്തേക്ക് പൂർണ്ണമായും ആ കാർ കയറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ആ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ അവസാനഘട്ട ദൗത്യം പൂർത്തിയാക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ ആ ക്രെയിൻ ഉപയോഗിച്ചു, അപ്പോഴൊന്നും അത് പൂർണ്ണമായും കയറിയിരുന്നില്ല. അപ്പോഴെന്തായാലും നാട്ടുകാരുടെ വലിയ ഒരു കരഘോഷമൊക്കെ കാണാം. അത്തരത്തിൽ വലിയ ദൗത്യമാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ദൗത്യത്തിനോട് കാറിന്റെ അകവശം നമുക്ക് കാണാം. ദൃശ്യങ്ങൾ നോക്കിയാൽ പൂർണ്ണമായും ചളി നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് അത്തരത്തിൽ പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുണ്ട്. ചേട്ടാ, എന്തായാലും ഒരുപാട് കഷ്ടപ്പാട് പുറത്തേക്ക് എടുത്തു. 17 ലക്ഷത്തോളം വില വരുന്ന കാറാണ്, പൂർണ്ണമായും ചളിയാണ് ഉള്ളിലുള്ളത്. കാറിന്റെ കരയിലേക്ക് കയറ്റിയിരിക്കുന്നു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമം, ദൗത്യം ഫലം കണ്ടിരിക്കുന്നു. ക്രെയിൻ ഉപയോഗിച്ച് അവസാന നിമിഷം വലിച്ചു കയറ്റി.